ഹലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ക്രാഫ്റ്റ് റൂമിൻ്റെ ഒരു ചെറിയൊരു ടൂർ വീഡിയോ ആണ് കേട്ടോ. ടൂർ എന്ന് പറയാനായിട്ടുണ്ടോയെന്ന് അറിയില്ല. എനിവേ അതാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷം എന്തോ ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. ആ സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഈ റൂമിലേക്ക് കടക്കുന്ന ഇവിടെ ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമസ്വി ഫാമിലി വരച്ച് വെച്ചിട്ടുള്ളതാണ്. അന്ന് കുറേ വേറെ വരയും കുറിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ താഴെ ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോയിൽ ഒരു ഡോർമാറ്റ് ചെയ്തതിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡോർമാറ്റ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫ്ലോർ കുറച്ച് മോശമാണ്, നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ സ്പേസിൽ ഒരു മുറി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഞാനൊരു സ്വിങ് ഫെയർ എന്ന് പറഞ്ഞിട്ടൊരു പ്രിൻ്റ് ഔട്ട് ഈ ഡോറിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കഴിഞ്ഞ് എന്താ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഷെൽഫാണ്. ഇത് വോളിൽ തന്നെയുള്ള ഷെൽഫാണ് കേട്ടോ. അപ്പോൾ ഈ ഷെൽഫ് 3 പാർട്ടീഷനായിട്ടുള്ള ഷെൽഫാണ്. മുകളിലത്തത് അത്യാവശ്യം നമുക്ക് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഷെൽഫിൽ ഞാൻ എൻ്റെ റാൻഡമായിട്ടുള്ള കുറച്ച് സംഗതികൾ വെച്ചിട്ടുണ്ട്. അത്ര നീറ്റായിട്ടല്ല ഇരിക്കുന്നത്, എന്നാലും ഏറെക്കുറെ ഇത് മുന്നത്തെ അപേക്ഷിച്ച് വളരെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ സമയം എന്താ, ഇപ്പോൾ രാവിലെ 9:48 ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് സെപ്റ്റംബർ 24 അപ്പോൾ ഇത് ഇവിടെ അയൺ ബോക്സ്, അത് പഴയ അയൺ ബോക്സാണ്. പിന്നെ ഒരു വെയിങ് മെഷീൻ ഇരിക്കുന്നുണ്ട്. പിന്നെന്താ, ഇവിടെ ഞാൻ ഒരു ഡിസ്പ്ലേ ഡമ്മി കൊളുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ആണി എനിക്കുള്ളൂ. അപ്പോൾ ഒരു ഹാങ്ങറിൽ ആണ് ഞാനത് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ എൻ്റെ ഒരു ആൽബം ഇരിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ എംബ്രോയ്ഡറി ആൽബം ഉണ്ട്. അതിൻ്റെ താഴെ കുറേ കൊറിയർ പാക്ക് ചെയ്യാനുള്ള കവറുണ്ട്. പിന്നെ ഡ്രോയിങ് ഷീറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഒരു ടോട്ട് ബാഗ്, അത് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ കുട്ടിയുടെ 1-2 ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ എംബ്രോയ്ഡറി ഹൂപ്പും പിന്നെ എക്സ്ട്രാ ഒരു ഡമ്മി ഉണ്ട്, അതൊക്കെ കൊളുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു ക്ലോത്ത് ഹാങ്ങിങ് ഒരു സംഗതി സ്റ്റിച്ച് ചെയ്തുണ്ടാക്കിയതിലാണ് ഇതെല്ലാം വെച്ചിട്ടുള്ളത്. ഇതെൻ്റെ ഈ ബ്ലാക്കിൻ്റെ ചാർട്ട് ഹോൾഡറാണ്. ഇത് എംബ്രോയ്ഡറി ഹൂപ്പ് സ്റ്റാൻഡാണ് കേട്ടോ. അന്തരം ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എംബ്രോയ്ഡറി ഹൂപ്പ് ഇതിൽ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യാനും വീഡിയോസ് എടുക്കാനൊക്കെ, എംബ്രോയ്ഡറി വീഡിയോസ് എടുക്കുമ്പോൾ അത് അനങ്ങാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാൻഡാണ് കേട്ടോ. നല്ല സ്റ്റാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിലുണ്ട്. അത് കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയോളൂ കേട്ടോ. അത് കഴിഞ്ഞതാ ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ വിൻഡോ ആണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഞാനത് അങ്ങനെ തുറക്കാറൊന്നുമില്ല. വല്ലപ്പോഴും തുറന്ന് ഒരു എയർ സർക്കുലേഷന് വേണ്ടി തുറന്നിടുന്നുള്ളൂ. അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ ഈ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. ടേബിളിൻ്റെ മീതെ തുണി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ബ്ലാങ്കറ്റാണ് ഇട്ടിട്ടുള്ളത് ഇപ്പോൾ തൽക്കാലം. ഞാൻ തുണി കട്ട് ചെയ്യുന്നതും പോളറോയിഡ്സ് ഫോട്ടോസും അതൊക്കെ കട്ട് ചെയ്യണതൊക്കെ ഈ ടേബിളിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ. ചിലപ്പോൾ താഴെ ഇട്ടിട്ടും കട്ട് ചെയ്യാറുണ്ട്. എൻ്റെ കട്ടിങ് മാറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. എപ്പോഴും യൂസ് ചെയ്യുന്ന പാറ്റേൺ മാസ്റ്റർ ഒരു സ്കെയിലും ഒരു സ്റ്റീലിൻ്റെ സ്കെയിൽ. ആ സ്റ്റീലിൻ്റെ സ്കെയിൽ ഞാൻ ഫോട്ടോസ് കട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് നമുക്ക് നെക്ക് ഷേപ്പ് ചെയ്യാനും ആം ഹോൾ ഷേപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അതെടുക്കാം കേട്ടോ. ആം ഹോൾ കർവ് എടുക്കാറുണ്ട്. ഇതെൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ ഹോൾഡ് ചെയ്യുന്നൊരു സംഗതിയാണ്. ബ്രലാവിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡാണ്. ഇത് കുട്ടിയുടെ ചെറിയൊരു കോയിൻ ബോക്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ അറ്റത്തായിട്ട് ഞാൻ എല്ലാ ലുട്ടിലൂടെയൊക്കെ സാധനങ്ങളും ഒതുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ടേപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു സ്പോഞ്ചിൽ കുറച്ച് പിൻസ് കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഷുഗർ ബീഡ്സ് ആണ്, ഗോൾഡൻ കളർ. അതിൻ്റെ താഴെ ഇലാസ്റ്റിക്സ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ ഒരു കെട്ട് കമ്പി, അതൊക്കെ ഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ ഇതിനകത്ത് 1-2 ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പേൾ സെറ്റിംഗ് മെഷീൻ ഉണ്ട്, ഗ്ലൂ ഗൺ ഉണ്ട്. ഇതിൽ കുറച്ച് ടൂൾസ് ഉണ്ട്, പെൻസിൽസ് ഉണ്ട്, നൈഫ്, പിന്നെന്താണ് സ്റ്റാപ്ലർ കാര്യങ്ങൾ, ഗ്ലൂ സ്റ്റിക്ക്, പിന്നെ എൻ്റെ ഒരു ക്ലച്ചും കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് ഈ 7000 ഗ്ലൂ, അതായത് ഉള്ള സംഗതികളൊക്കെ ഞാൻ ഓരോരോ ബോക്സിൽ പെറുക്കിയിട്ടിരിക്കുന്നതാണ്. ഒരു പെർമനൻറ്റ് മാർക്കർ, റിബൺ, ഫോം ഷീറ്റ്, അങ്ങനെ കുറേ സംഗതികളുണ്ട്. ഇതിനകത്ത് സദൂസി സ്ട്രിങ്, മുത്ത്, പിന്നെ കട്ട് ബീഡ്സ്, ബട്ടൺസ്, അങ്ങനെ കുറച്ച് സംഗതികൾ ഈ ഒരു ബോക്സിലുണ്ട് കേട്ടോ. പിന്നെ ഇതിലാണ് ഞാൻ ബോബിൻസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പണ്ട് ഞാൻ എല്ലാവരും കൂടെ ഒരു ചെപ്പിലിട്ട് വെക്കുകയായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ നൂല് ചുറ്റി പിടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പോഞ്ചിൽ ക്യാവിറ്റീസ് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുറേയും കൂടി എളുപ്പമാണ്. ഇത് കുറച്ച് ഫാബ്രിക് പെയിൻറ്റ്സ് ഉണ്ട്. താഴെ നമ്മുടെ ലൂപ്പ് ടാഗും നമസ്വി തപസ്യ എന്ന് എഴുതിയിട്ടുള്ള സംഗതികൾ, QR കോഡ്, പിന്നെ സിപ്പ് ലോക്ക് ബാഗ് കവറ്, അതൊക്കെയാണ് ഫോട്ടോസ് ഇടാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ സ്നാപ്പ് ബട്ടൺ പ്ലെയർ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല, അത് കൊള്ളൂലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓൺലൈനിൽ നിന്ന് നേരത്തെ കണ്ടത് വാങ്ങിയിട്ടോ. പിന്നെ നൂലുകളാണ്.
ഇത് ഇതെനിക്ക് അമ്മ വാങ്ങി തന്നതാണ് കേട്ടോ. ഈ ഒരു ബോക്സ് നൂല് ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ എന്നറിയില്ല. ഇതിൽ ഒരുവിധം കളേഴ്സ് ഉണ്ട്. ഇതല്ലാതെ എൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഇത് മാത്രമാണ് ഞാൻ ഇങ്ങനെ ബോക്സായിട്ട് ഒരൊറ്റ ബോക്സായിട്ടുള്ള നൂലുണ്ടായിരുന്നു. ഒരു കളറ് 4 എണ്ണം വെച്ചിട്ടുണ്ടാവും തോന്നുന്നു. അതല്ലാതെ ആ ഒരു ബോക്സിലും നിറയെ നൂലാണുള്ളത്. പിന്നെ ഇത് സ്ട്രാപ്പ് എന്തോ വാങ്ങി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്നാലും നമ്മൾ ചിലപ്പോൾ തുന്നാൻ വേണ്ടി നോക്കുമ്പോൾ ആ കളറ് നൂലുണ്ടാവില്ല കേട്ടോ. ഒരു പരിധി വരെ ഉണ്ടാവും, പക്ഷെ അതുണ്ടാവില്ല, ചിലതുണ്ടാവില്ല. അപ്പോൾ ഡ്രസ്സിങ് ചോക്കാണ് ഞാൻ നേരത്തെ കാണിച്ചത്. പിന്നെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ബോക്സാണ്. ഇതിൽ സാധാരണ ആൾക്കാർ ഞാനിതിൽ പൊടികൾ ഇട്ട് വെക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഞാനിതിൽ കുറച്ച് പേൾസാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുട്ടി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇപ്പോൾ എല്ലാ കള്ളിയിലും എല്ലാ മുത്തുകളും ഉണ്ടാവും കേട്ടോ. അത് പെറുക്കി മാറ്റി വയ്ക്കാൻ കുറേ സമയം വേണ്ടി വരും. പിന്നെ ഇതിനകത്തുള്ളത് പേൾ സെറ്റിംഗ് മെഷീൻ്റെ പല സൈസിലുള്ള ഡൈസും പിന്നെ കുറച്ച് മുത്തുകളുമാണ് കിടക്കുന്നത്. ഇതിനകത്ത് 1-2 ഫോട്ടോസ് കിടക്കുന്നുണ്ട്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്തോ കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഞാൻ അത് കളഞ്ഞു പോവാതിരിക്കാതെ വേണ്ടിയിട്ട്, അതായത് കാണാതെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഡൈസ് അതിനകത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതല്ലാതെ ഒരു ത്രെഡ്, എന്താ പറയുക, മറ്റേ നൂല് പൊട്ടിക്കുന്ന സംഗതിയില്ലേ, ത്രെഡ് സ്നിപ്പറോ, അതിൻ്റെ ഒരു ചെറുതുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഹോളിലേക്ക് നോക്കുമ്പോഴാണ് ഇതാണ് എൻ്റെ ഏറ്റവും സന്തോഷമുള്ളൊരു സ്പേസ്. ഇവിടെ ഒരു ക്ലോത്ത് ഹാങ് ചെയ്യാനുള്ളൊരു സംഗതിയിൽ കുട്ടിയുടെ കുറച്ച് ഡ്രസ്സസ് ഞാൻ സ്റ്റിച്ച് ചെയ്തതും അതല്ലാത്തതും ആയിട്ടുള്ളതുണ്ട്. അവിടെ ഞാൻ കൊളുത്തിയിട്ടിട്ടുണ്ട്. എൻ്റെ മെഷീൻ കിടക്കുന്നുണ്ട്, മെഷീനുള്ള സ്റ്റൂള്. അതിന് നെക്സ്റ്റ് തന്നെ ഒരു ചെറിയ കമ്പ്യൂട്ടർ ടേബിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ടേബിളിലാണ് ഞാൻ അയൺ ചെയ്യുന്നത്. ഒരു അയൺ ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്, ഇത് മുഴുവൻ പണ്ട് ചെയ്ത ഡ്രോയിങ്സ്, നമ്മുടെ കുറേ ഫോട്ടോസ്, കുറച്ച് ഇൻസ്പിറേഷണൽ കോട്ട്സ്, അങ്ങനെ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള സംഗതികൾ 1 ഇഞ്ച് സ്പേസ് ഇല്ലാതെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് ഏറ്റവും വന്നിരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലമാണ്. ആ ടേബിളിൻ്റെ താഴെ എൻ്റെ കുറച്ച് ബുക്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഹൂപ്പ് ആർട്ട്, എംബ്രോയിഡറി സംഗതികൾ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്ലഗ് പോയിൻ്റേ ഉള്ളൂ. ഈ പ്ലഗ് പോയിൻ്റ് കംപ്ലയിൻ്റ് ആയിട്ട് ഞാൻ കുറച്ച് ദിവസം മെഷീൻ ഹോളിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ മോട്ടർ ഇഷ്യൂ ആയിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ വീണ്ടും മാറ്റിയിട്ടു. കാരണം ഇതാണ് നമുക്ക് എളുപ്പം. കുറേ പഴയ ഫോട്ടോസ് ഉണ്ട്, പുതിയ ഫോട്ടോസ് ഉണ്ട്. ഞാൻ എപ്പോഴും ഫോട്ടോസ് ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് വെക്കാനായിട്ട് നോക്കും കേട്ടോ. കാരണം എങ്ങനെയെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ കുറേ ഫോട്ടോസൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അധിക ഭാഗം എൻ്റെ കയ്യിലുണ്ട്, അത്ര പോയിട്ടില്ല. എന്നാലും ഈ പ്രിൻ്റ് എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബി എന്ന് വേണമെങ്കിൽ പറയാം. പ്രിൻ്റ് എടുത്ത് ഒട്ടിക്കുക. അപ്പം അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ട്. പിന്നെ ഈ നൂല് ഹോൾഡ് ചെയ്യണ ഒരെണ്ണത്തിൽ ഞാൻ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. കയ്യിലിങ്ങനെ ബാൻഡ് പോലെ കെട്ടിയിട്ട് അതുമേ ഹെഡ് പിൻ കുത്തി വെക്കാൻ പറ്റും. താഴെ ഈ ബ്ലേഡ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അവിടെ നിന്ന് എടുക്കും. സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ചിലപ്പോൾ എടുത്ത് മാറ്റും. മെഷീൻ്റെ മീതെയും ഇങ്ങനെ ഈ ഒരു ഹെഡ് പിൻസ് കുത്തി വെക്കാനും സൂചി അത്യാവശ്യം കയ്യിൽ കിട്ടേണ്ട സാധനങ്ങൾ വെക്കാനായിട്ടുള്ള ഒരു ഇത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ജോസിയുടെ പവർ മെഷീനാണ്. ഞാനത് 2019 വാങ്ങിയ മെഷീനാണ് കേട്ടോ. ഇതിവിടെ ഒരു ക്ലോത്ത് വെച്ചിട്ടുണ്ട് തുടയ്ക്കാൻ, മെഷീൻ എല്ലാ പൊടിയൊക്കെ തുടച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ കോമൺ ആയിട്ട് കാണുന്നത് ഈ റെഡ് ബ്ലാക്ക് ചെക്കിൽ പറഞ്ഞ ഈ തുണിയായിരിക്കും. അത് എൻ്റെ കുട്ടിയുടെ പിന്നോഫർ തുന്നി കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടായിരുന്ന ക്ലോത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ ജേണലാണ് അത്. ആ ജേണലിൽ കാര്യങ്ങൾ ഞാൻ നോട്ട് ഡൗൺ ചെയ്ത് പോവാറുണ്ട്. ഇവിടെ കുറേ കണ്ടോ ഇങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാനും എൻ്റെ 2 അനിയത്തിമാരുമാണ്. പിന്നെ അതാ ഇങ്ങനെ കോട്ട്സ്, ഡോണ്ട് വിഷ് ഫോർ ഇറ്റ്, വർക്ക് ഫോർ ഇറ്റ്. അത് തന്നെ, നമുക്ക് എന്തെങ്കിലും കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കാതെ അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ റൂമിൽ. ഇതൊരു സ്റ്റിച്ചിങ് റൂമാണെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ബുട്ടിക് റൂമാണെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ക്രാഫ്റ്റ് റൂമാണ്. ഈ മീതെ ഇങ്ങനെ ഒരു റാക്ക് ഉണ്ട്, പക്ഷെ അവിടെ കാര്യമായിട്ടൊന്നുമില്ല. അത് നമസ്വയുടെ പണ്ടത്തെ ആ ഒരു കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള ഒരു ബേബി ബെഡാണ് കേട്ടോ. ഇത്രയും സംഗതികളേ ഉള്ളൂ. പിന്നെ ഈ ഡയറക്ഷനിൽ അങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ ടേബിളിൻ്റെ അവസ്ഥയാണിത്. ഇതിൻ്റെ താഴെ ഞാൻ അവളുടെ പഴയ ക്രാഡിൽ കം ട്രോളി ഉണ്ടല്ലോ, അതിനകത്ത് കുറേ തുണികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ തയ്ച്ച് കൊടുക്കാൻ ഇനി കസ്റ്റമേഴ്സിൻ്റെ കവറുകളുണ്ട് 1-2 എണ്ണം. അതല്ലാതെ എനിക്ക് തുന്നാൻ എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് ബാലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തുന്നാനുള്ള തുണികളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ താഴെ ഞാനൊരു കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത
തുണികളും പിന്നെ ഈ പേപ്പർ വേസ്റ്റ് മറ്റേ എന്താണ് കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ വേസ്റ്റുകളൊക്കെ ഇടുന്നത് അതിനകത്തുള്ള ഒന്നും ചെയ്യാൻ പറ്റാതെ ഡിസ്പോസ് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. എന്തെങ്കിലുമായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്നതൊക്കെ ഞാൻ മറ്റേത് സെപ്പറേറ്റ് കീപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു എന്താണ് താഴെ കാണുന്നൊരു മാറ്റ് ഉണ്ടല്ലോ, അതും ഈ ക്ലോത്ത് വേസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കണം എന്ന് ഓർത്തിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ. നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടല്ലോ, സോഡയുടെയൊക്കെ ബോട്ടിൽ, അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ എൻ്റെ കട്ടിങ് മാറ്റ്. ഇതിൻ്റെ സൈസ് വന്ന് A2 ആണ്. A1 മാറ്റ് മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് ഞാൻ ഈ ഒരു മാറ്റാണ്. പക്ഷെ ഇത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട് എന്നാലും. പിന്നെ ഇതിനകത്ത് എൻ്റെ കുറച്ച് സ്കെയിൽസ് ഉണ്ട്, പല ഷേപ്പ് സ്കെയില്, ഹിപ്പ് സ്കെയില്, ലെഗ് സ്കെയില്, പിന്നെ കുറച്ച് സിബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മെഷീൻ്റെ വലിപ്പിൽ ഞാനിങ്ങനെ ഒരു ചെറിയൊരു പൗച്ചിൽ, ഈ പൗച്ചും ഇതാ വീണ്ടും എഗെയിൻ ആ ക്ലോത്ത് തന്നെയാണ്, അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള പൗച്ചാണ്. അതിനകത്ത് ഞാൻ കുറച്ച് സംഗതികൾ എപ്പോഴും പെട്ടെന്ന് കൈ കിട്ടേണ്ട സംഗതികൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തുള്ളത് ഒരു പെന്ന്, പിന്നെന്താ വാട്ടർ റേസിബിൾ പെൻ, അങ്ങനെ കുറച്ച് സംഗതികളാണ്. എൻ്റെ ഇപ്പോഴത്തെ കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ പൗച്ച് ഓപ്പൺ ചെയ്യണത്. ആക്ച്വലി ഇതിങ്ങനെ പൗച്ചിലൊന്നും ആയിരുന്നില്ല കിടന്നിരുന്നത്, കുറച്ച് അലങ്കോലമായിട്ട് ഇതിനകത്ത് തന്നെ ഇട്ടിരിക്കുകയായിരുന്നു ഞാൻ മെഷീൻ്റെ വലിപ്പിൽ തന്നെ. അപ്പോൾ ഞാനതൊന്ന് ഒതുക്കി പെട്ടെന്ന് കിട്ടാൻ പാകത്തിന് ഇതിൽ വെച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇതിനകത്ത് സൂചി, നമ്മുടെ മെഷീൻ്റെ നീഡിൽ, ഒരു പേന, പിന്നെ മറ്റേ ത്രെഡ് പൊട്ടിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, എന്താ ത്രെഡ് സ്നിപ്പറോ എന്തെന്ന് അതിന് പറയുന്നത് ഞാൻ മറന്നുപോയി. ഓക്കെ, പിന്നെ ഈ പിന്ന് ഇത് ഞാൻ ലാസ്റ്റ് മേടിച്ചതുകൊണ്ട് ഇതിന് കുറച്ചും കൂടെ നീളമുണ്ട്. ഇത് ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. 10-25 രൂപ എന്തോ ആയിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഡീറ്റെയിൽ നൈഫാണത്. ഇത് മെഷീൻ്റെ സൂചിയാണ്, പക്ഷെ ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ, വേറെ മേടിച്ച് വെക്കണം. അത് ഗോൾഡ് നീഡിൽസാണ്, നല്ലതാണ്. പിന്നെ അതിനകത്ത് ഫൂട്ടറുകളും സാധാരണ സൂചിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ഈ റൂമിൽ കാണിക്കാനായിട്ട്, ഇത്രയൊക്കെ തന്നെ സംഗതികളേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. എന്നാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ നമുക്ക് ഈ ഒരു കോട്ടിൽ നിർത്താം കേട്ടോ. വാട്ട് ഡു യു ഡു ടുഡേ ക്യാൻ ഇംപ്രൂവ് ഓൾ യുവർ ടുമാറോസ്. താങ്ക് യു.